കൈവശമുണ്ടായിരുന്ന കൽക്കണ്ടം വില്ലനായപ്പോൾ സുഹൃത്തുക്കളായ ബിജുവിനും മണികണ്ഠനും ജയിലഴിക്കുള്ളിൽ കിടക്കേണ്ടി വന്നത് 5 മാസമാണ്. മാരക മയക്കുമരുന്നായ MDMA ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാസപരിശോധനയിൽ മയക്കുമരുന്നല്ലെന്ന് തെളിഞ്ഞതോടെയാണ് നീണ്ട 5 മാസങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരായത്. എല്ലാ കാര്യങ്ങളും പോലീസിനോട് വിശദീകരിച്ചിട്ടും കൃത്യമായ പരിശോധന നടത്താതെ എന്തിനാണ് നീണ്ട 151 ദിവസം ജയിലിലടച്ചതെന്ന് ഇപ്പോഴും അറിയില്ലെന്നാണ് കോളിച്ചാൽ 18 മൈൽ സ്വദേശിയായ ബിജു മാത്യു പറയുന്നത്. 2024 നവംബർ 25-നാണ് മംഗളൂരുവിൽ ഹോട്ടൽ ജോലി ചെയ്യുകയായിരുന്ന സുഹൃത്ത് കണ്ണൂർ വാരം RW കോളനിയിലെ മണികണ്ഠനോടൊപ്പം ബിജു കണ്ടെയ്നർ ലോറിയിൽ ജോലിയുണ്ടെന്നറിഞ്ഞ് കോഴിക്കോടേക്ക് പോയത്. രാത്രിയോടെ നടക്കാവിലെത്തി മുറിയെടുത്ത് താമസിച്ചു. 26-ാം തീയതി രാവിലെ ചായ കുടിക്കാനായി ഹോട്ടൽ തേടി ഇറങ്ങിയപ്പോഴാണ് മയക്കുമരുന്ന് കടത്തുകാരെന്ന സംശയത്തിൽ ഇരുവരെയും ഡാൻസ് ഓഫ് സംഘം തടഞ്ഞുവെച്ചത്. നടക്കാവ് പോലീസും പിന്നീട് സ്ഥലത്തെത്തി. പിന്നീട് നടത്തിയ പരിശോധനയിൽ മണികണ്ഠന്റെ പോക്കറ്റിൽ സൂക്ഷിച്ച 58.24 ഗ്രാം കൽക്കണ്ടം പോലീസ് കണ്ടെത്തിയെന്ന് ബിജു പറയുന്നു. വീട്ടിലേക്ക് വാങ്ങിയ കൽക്കണ്ടമാണെന്നും തലേന്ന് രാത്രിയിൽ തങ്ങളത് കഴിച്ചതാണെന്നും പോലീസിനോട് പറഞ്ഞെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് വടകര NDPS കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഒടുവിൽ രാസപരിശോധനയുടെ ഫലം വന്നപ്പോൾ പിടികൂടിയത് മയക്കുമരുന്നല്ലെന്ന് തെളിഞ്ഞതോടെയാണ് ഏപ്രിൽ 24-ാം തീയതി സ്വന്തം ജാമ്യത്തിൽ കോടതി ഇരുവരെയും വിട്ടയച്ചത്. പ്രതികൾ കുറ്റം സമ്മതിച്ചിരുന്നുവെന്നാണ് നടക്കാവ് പോലീസിന്റെ വാദം. എന്തായാലും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിയേണ്ടി വന്ന ഇവർക്ക് തങ്ങളുടെ തുടർന്നുള്ള ജീവിതം പോലും മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ജയിലിൽ നിന്നിറങ്ങിയപ്പോഴേക്കും ഇവരുടെ ജോലി നഷ്ടമായി. ചുറ്റുമുള്ളവരുടെ പരിഹാസത്തിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും നോട്ടങ്ങൾ താങ്ങാനാകുന്നതിലും അപ്പുറമാണെന്നാണ് ഇരുവരും പറയുന്നത്.